തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ആർക്കാണ് ദൈവം സമീപസ്ഥനായിരിക്കുന്നത്? ദൈവവചനം പഠിപ്പിക്കുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായത്. അതിന് നമ്മെ സഹായിക്കുന്നത് അഗസ്റ്റിൻ തോമസ് ആണ്. ശാലോം ശുശ്രൂഷകനായ അഗസ്റ്റിൻ തോമസിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവാരാധനയ്ക്കായിട്ട് നമ്മൾ ഈ നിമിഷം ഒരുങ്ങുമ്പോൾ നമുക്ക് തമ്പുരാനോട് പറയാം, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വം അവിടുത്തെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയെ, അവിടുന്ന് മാത്രമാണ് എൻ്റെ ഏക ആശ്രയമെന്ന് ഈ സമയങ്ങളിൽ നമുക്ക് ഈശോയോട് പറയാം. എൻ്റെ പല ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷനല്ല എൻ്റെ കർത്താവ്. ഒരുപാട് വഴികളുള്ളതിൽ എൻ്റെ ഒരു വഴിയല്ല എൻ്റെ കർത്താവ്. എൻ്റെ ഏക വഴി, എൻ്റെ ഏക ആശ്രയം, എൻ്റെ ഏക ദൈവം അവിടുന്നാണ് എന്ന് നമുക്ക് ഈ സമയം കർത്താവിനോട് നമുക്ക് പറയാം. പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം നമ്മളെ പൂർണ്ണമായിട്ടും കൊടുക്കാം. എല്ലാ പിടിവള്ളികളും, ദൈവമൊഴിച്ചുള്ള എല്ലാ പിടിവള്ളികളും ഈ സമയത്ത് വിട്ടിട്ട് അവിടുത്തോട് നമുക്ക് പറയാം, കർത്താവേ, അവിടുന്നാണ് എൻ്റെ ഏക ആശ്രയം. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. വെറുതെ ഒരു ഉയർച്ചയല്ല, ശക്തമായ രീതിയിൽ ഒരു ഉയർച്ചയിലേക്ക് ദൈവം നമ്മളെ നയിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം രോഗശയ്യയിൽ കിടക്കുന്ന ഹെസക്കിയ രാജാവിനെ കുറിച്ച് കർത്താവിന്റെ തിരുവചനത്തിൽ പറയുന്നു. രോഗം ബാധിച്ച് മരണാസന്നായി കിടക്കുന്ന ഹെസക്കിയ രാജാവിൻ്റെ അടുത്തേക്ക് കർത്താവിൻ്റെ പ്രവാചകനായ യെശയ്യാ പ്രവാചകൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, നിന്റെ ഭവനം ക്രമീകരിക്കുക, മരിക്കുവാനായിട്ട് തയ്യാറായിക്കൊള്ളുക. നിന്റെ സമയം എടുത്തിരിക്കുന്നു, ഇനി നിനക്ക് സമയമില്ല, മരിക്കാനായിട്ട് തയ്യാറെടുത്തോളാനായിട്ട് രാജാവിനോട് പ്രവാചകൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ രാജാവ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, കിടക്കുന്ന കട്ടിലിൽ ഭിത്തിയോട് തിരിഞ്ഞു കിടന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. പ്രവാചകൻ കൊട്ടാരം വിട്ട് പോകുന്നതിന് മുമ്പ് രാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം രാജാവിൻ്റെ ആയുസ് 15 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. ഹെസക്കിയ രാജാവ് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ഈ നിമിഷം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യുവാക്കന്മാർ അഗ്നിയുടെ നടുവിൽ എറിയപ്പെട്ടപ്പോൾ ആ അഗ്നിയുടെ നടുവിൽ നിന്നുകൊണ്ട് പൂർണ്ണ ആശ്രയമായ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവർക്കായിട്ട് ദൈവം ഇടപെട്ടു. ആ യുവാക്കന്മാരെ പോലെ ഇന്ന് നമ്മുടെ പൂർണ്ണ ആശ്രയം, കർത്തൃത്വം നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. തൻ്റെ ഭവനവും തൻ്റെ പ്രിയപ്പെട്ടവരും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ജോബ് ദൈവത്തെ ആശ്രയിച്ചതുപോലെ, തൻ്റെ പൂർണ്ണമായ ആശ്രയം ദൈവത്തിന് നൽകിയതുപോലെ ഈ നിമിഷം, ഈ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ആശ്രയത്വം പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം എണീറ്റ് നിൽക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഈശോയോട് നമുക്ക് പറയാം, അവിടുന്ന് മതി എനിക്ക്. എൻ്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് എനിക്ക് മതിയായവനാണ്. അവിടുന്ന് എൻ്റെ ഏക ആശ്രയമാണ്. എന്ത് തന്നെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര വലിയ പരാജയങ്ങളാണെങ്കിലും എനിക്ക് വിജയം നൽകാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഏത് ആവശ്യത്തിലും എനിക്ക് ഇടപെടാൻ എനിക്ക് ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.
എൻ്റെ കടബാധ്യതകളുടെ മേഖലകളിൽ എന്നെ അനുഗ്രഹിച്ച് എന്നെ ഉയർത്താൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് ഈ സമയങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. എൻ്റെ രോഗാവസ്ഥയുടെ മേഖലയിൽ എനിക്ക് സൗഖ്യം തരാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. പൂർണ്ണമായിട്ടും ഉയർത്തി ഏക ആശ്രയമായ സർവശക്തനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് മാത്രമാണ് ഏക ആശ്രയമെന്ന് ഈ നിമിഷം ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ നന്ദി. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ നന്ദി. കരങ്ങൾ അടിച്ചുകൊണ്ട് ഏക ആശ്രയമായ സർവശക്തനായ ദൈവത്തെ കരങ്ങൾ അടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. നമുക്ക് പറയാം, യേശു മതിയായവൻ. ഉയർത്തി യേശു മതി, ആശ്രയം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആശ്രയം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഇസ്രായേലിൽ വരൾച്ചയുണ്ടായപ്പോ, രൂക്ഷമായ വരൾച്ചയുണ്ടായപ്പോ തന്റെ പ്രവാചകനെ ദൈവം കാക്കയെ അയച്ച് ആഹാരം നൽകി. അപ്പവും ഇറച്ചിയും രാവിലെയും വൈകുന്നേരവും നൽകി തന്റെ പ്രവാചകനെ തീറ്റിപ്പോറ്റിയ ദൈവം നമ്മുടെ ജീവിത മേഖലയിൽ ഇടപെടാൻ ശക്തനായവനാണ്. ഉറച്ചു വിശ്വസിക്കാൻ ദൈവകരങ്ങളിൽ പുതുവഴികളെ തുടർന്നു വരുവാൻ കർത്താവിന് സാധിക്കും. അപ്രതീക്ഷിതമായ മേഖലകളിൽ ഇടപെടാൻ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, സർവശക്തനായ കരങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പാടാം. സമാധാനമുള്ള കുടുംബം ദൈവം തരും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ കുടുംബം ദൈവം തരും. നല്ല കുടുംബ ജീവിതം ദൈവം തരും. മക്കളെ തരും. കുടുംബത്തെ ദൈവം അഭിവൃദ്ധിയിലേക്ക് ഉയർത്തും.
ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ശക്തനായവനെ ആശ്രയിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴികളെ തുറന്നു തരും. യേശു മതിയായവൻ. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ തിരുവചനം പറയുന്നു, മരുന്നോ ലേപനൌഷധവും അല്ല അവരെ സുഖപ്പെടുത്തിയത്, കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. മരുന്നോ ലേപനൌഷധവും അല്ല, കർത്താവിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഏത് രോഗാവസ്ഥയിലും ഇടപെടാൻ കഴിവുള്ള സർവശക്തനായ ഏകാശ്രയമായ ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം, പാടി പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, ഈശോയേ നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങനെ ആശ്രയിക്കുന്നു, ഏകാശ്രയമായ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം. ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അവിടുത്തെ കരബലത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഏക ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇടപെടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശു മതി, തൻ ഹിതം മതി,
നിത്യജീവൻ മതി എനിക്ക്. ഒരിക്കൽ കൂടി യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഈശോ മതി എനിക്ക്. യേശു മതി, എന്റെ ഏത് മേഖലയിലും മതി, നിത്യജീവൻ മതി എനിക്ക്. കർത്താവിന്റെ വചനം പറയുന്നു, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും.